കാര്യങ്ങളൊക്കെ നമ്മൾ ഓപ്പണായി സംസാരിക്കണം. നമ്മൾ എന്താണോ, നമ്മൾ കടന്നു വന്ന വഴികൾ എന്താണോ നമ്മൾ ഓർക്കണം. ആ ആ ഒരു സ്പാർക്ക് എന്നും നമ്മൾ കൂടെ കൂട്ടുകയും വേണം. എന്നിരുന്നാൽ നമുക്ക് ഈ മുന്നോട്ടും നമുക്ക് നാളെ എല്ലാം അച്ചീവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അത് ട്രൈ ചെയ്താൽ കിട്ടും എന്നുള്ളൊരു ഈ ഒരു ഏറ്റവും വലിയൊരു കാര്യം ബാക്കിലിരിക്കുമ്പോൾ ഒരിക്കലും ഡൗൺ ആയി പോകില്ല. ഡൗൺ ആയാലും ഞാൻ ഡൗൺ ആവാറുണ്ട്, എപ്പോഴും ഇടയ്ക്ക് ഞാൻ ഡൗൺ ആവാറുണ്ട്. അപ്പം ഞാൻ ചിന്തിക്കും, ഞാൻ ഇങ്ങനെയൊക്കെ സ്ട്രഗിൾ ചെയ്ത് വന്നതല്ലേ, എനിക്കിങ്ങനെ നിന്നാൽ പോരാ, എനിക്ക് കയറി വരണം എന്ന് ഞാൻ ചിന്തിക്കാനുള്ള എനിക്ക് മെയിൻ എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. എനിക്ക് ലൈഫിൽ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷെ ഇങ്ങനത്തെ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് അച്ഛൻ, അമ്മ, ചേട്ടൻ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടെങ്കിലും, പക്ഷെ ഞാനെന്ന് പറയുന്ന ഒരു പേഴ്സണിൽ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറേ കാര്യങ്ങളിൽ ഒറ്റയ്ക്കായി പോകുന്ന കുറേ ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും എൻ്റെ വീട്ടുകാരറിയാത്ത പല ബുദ്ധിമുട്ട് വന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അതിലൊരു ഏറ്റവും വലിയ സിറ്റുവേഷനാണ് ഈ ഫുഡ് പോലും കഴിക്കാൻ പറ്റുന്ന അവസ്ഥ. എൻ്റെ ഫാമിലി പലരും ചോദിക്കും, നിനക്ക് ഇത്രയും വലിയ ലൈഫും കാര്യങ്ങളും എൻ്റെ വീട്ടുകാരും ഒക്കെ ഇല്ല, നിനക്ക് ഫുഡ് കഴിക്കാൻ പറ്റാത്തൊരവസ്ഥ വരിക നിനക്കോ? അന്ന് ഞാൻ ഈ ഫുഡ് കഴിക്കാൻ പറ്റാത്ത ഒരാൾ പോയി, ഞാൻ നടക്കുന്ന പറഞ്ഞാൽ നല്ല കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പോകും. ആൾക്കാർ വിചാരിക്കും അവൻ്റെ പോക്കറ്റ് കിടക്കുക, പൈസ കിടക്കുക എന്ന് വിചാരിക്കും. പക്ഷെ എനിക്ക് അറിയും ആ പോക്കറ്റിൽ ഒന്നുമില്ല, ഒരു സാധനമില്ല. കാണുന്ന ആ ഒരു എന്തെങ്കിലും ഉണ്ടെങ്കിലേ ഉള്ളൂ, അല്ലാതെ എൻ്റെ കയ്യിൽ ഒന്നുമില്ല.